സക്രിയാവിന്റെ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പകൽ ദിവസം. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ 4-ാമൻ എന്ന് സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സക്രിയ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. ആദ്യം മലയാളത്തിൽ വായിച്ചതിന് ശേഷം ഇംഗ്ലീഷിലൊന്ന് വായിക്കണം. സക്രിയ ചാപ്റ്റർ 10 വേഴ്സ് 1 ആദ്യം മലയാളത്തിലൊന്ന് വായിച്ച് എല്ലാവരും ആ ദൈവ ശബ്ദത്തെ ശ്രദ്ധിച്ച്. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏതു സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ഒന്നുകൂടെ ഒന്ന് വായിച്ച് ആദ്യം ഇനി ഇംഗ്ലീഷിലൊന്ന് വായിച്ച് എന്നിട്ട് ശേഷം മലയാളത്തിൽ വായിക്കാം. Ask rain from the Lord at the time of the spring rain. Yes. The Lord who makes the storm clouds, and he will give them shower of rain, vegetation in the field to each man. Amen. ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു. സക്രിയ 11 പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിക്കുക. ഹല്ലേലൂയ. Ask the Lord for the rain. മഴയ്ക്ക് വേണ്ടി നീ ഒരു ലെറ്റർ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് റെയിനു വേണ്ടി അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണരുകളെ നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തുണ്ടാക്കും? മിന്നൽ പിണരുകളെ ഉണ്ടാക്കുമല്ലോ. അവർക്ക് വയലിലെ ആ സസ്യത്തിന് വേണ്ടി മാരി എന്ത് ചെയ്യും? നീ ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ ദൈവം പിന്മഴയയക്കും. സീസൺ നോക്കി നീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പിന്മഴയുടെ കാലത്ത് പ്രാർത്ഥിക്കാതിരിക്കരുത്, പ്രാർത്ഥിച്ചോണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ 5-ാം മാസത്തിലേക്ക് നമ്മെ കയറ്റിയിരിക്കുന്നത് ഇതുവരെ കണ്ടതല്ല, ഒരു വ്യത്യസ്തമായ ഒരു സീസണിന്റെ അനുഭവത്തിലേക്ക് നമ്മെ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ആ പിന്മയുടെ കാലത്ത് നീ അടങ്ങിയിരിക്കരുത്. അത് പെയ്യേണ്ട സമയത്ത് അത് പെയ്യാനായി നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത് പെയ്യിക്കും. മിന്നൽ പിണർ ഉണ്ടാക്കും. അടുത്തത് മഴ പെയ്യും. വയലിലെ സസ്യത്തിന് വേണ്ടി അവൻ മാറി പെയ്യിച്ചു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഞാൻ അതിലേക്കൊന്ന് വരാം. ഹല്ലേലൂയ. അതിനു മുമ്പ് ഇതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാം. ഈ സക്രിയാവിന്റെ പ്രവചനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സക്രിയാവ് മാത്രമല്ല, അതിന്റെ മുമ്പിലുള്ള ഹഗായും സക്രിയാവും ഒന്നിച്ചു പറയേണ്ടതാണ്, ഒന്നിച്ചൊരു കാര്യത്തിൽ കിടക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹഗായുടെയും സക്രിയാവിന്റെയും പശ്ചാത്തലം ഇതാണ്. ഒന്ന് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഞാനത് പശ്ചാത്തലം മനസ്സിലാക്കി തരാം. സിമ്പിൾ ആയിട്ട്. ഹല്ലേലൂയ. ഈ പാർസി രാജാവായ കോരശ് വാഴുന്ന സമയത്ത്, പാർസിയിൽ കോരശ് രാജാവ് വാഴുന്ന സമയത്ത്, ആ സമയത്ത് ഒരു വലിയ വിളംബരം ഉണ്ടായി, ആ പ്രഖ്യാപനമുണ്ടായി. ആ പ്രഖ്യാപനത്തിന്റെ ഫലമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് ആലയമില്ലായിരുന്നു, എല്ലാം നശിച്ചു കിടക്കുമായിരുന്നു. ആലയം പണിയാനായിട്ട് ഒരു അനുവാദം കിട്ടി. ആ സമയത്ത് അവിടുത്തെ ഗവർണറായിരുന്ന സെരുബാബേൽ എന്ന വ്യക്തിയുണ്ട്. ഹല്ലേലൂയ. സെരുബാബേലിന്റെയും അപ്പുറത്തെ പുരോഹിതനായ ജോഷുവയുടെ ആലയത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന പൗരോഹിത്യ ലെവലിൽ നിന്ന ജോഷുവായുടെയും ഹല്ലേലൂയ സക്രിയാവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആലയം പണിയാൻ പുറപ്പെട്ടു. ആ രാജാവിന്റെ കൽപ്പനയുണ്ടായിരുന്നു, അതുകൊണ്ട് അനുവാദം കിട്ടി, ആലയം പണിയാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഏകദേശം 19,000-ൽ പരം ആൾക്കാർ യെരൂശലേമിൽ ചെന്ന് ആലയം പണിയാൻ ആരംഭിച്ചു. യഹൂദന്മാർ എന്ന് ആലയം പണിയാൻ ആരംഭിച്ചു. പക്ഷെ സംഭവിച്ചത് ശ്രദ്ധിച്ചു. ഇനിയെല്ലാം ശ്രദ്ധിച്ചോണം. ആലയത്തിന്റെ പണി അത് നമുക്ക് എസ്രായുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ വായിക്കുമ്പോഴും ഈ സംഭവമാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. ആലയത്തിന്റെ പണി ആരംഭിച്ചു. പക്ഷേ ആലയത്തിന്റെ പണി ആരംഭിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ശത്രുക്കൾ വന്ന് പണി തടസ്സപ്പെടുത്തി. ശത്രുക്കൾ വന്ന് എന്ത് ചെയ്തു? പണി തടസ്സപ്പെടുത്തി. ചില തടസ്സങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കിയോണം, നിന്നിൽ ഒരു വലിയ പണി നടക്കുകയാണ്. എന്തോ ഇതുവരെ ഇല്ലാത്ത പണി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ തടസ്സപ്പെടുത്താനാണ് പിശാചിന്റെ എപ്പോഴും വലിയ പദ്ധതി. ഹല്ലേലൂയ. ചരിത്രം പഠിക്കുമ്പോൾ ഏകദേശം 10-16-ൽ പരം വർഷങ്ങൾ ഹല്ലേലൂയ തടസ്സപ്പെടുത്തി കടന്ന സമയത്തിന് ശേഷമാണ് ദൈവം 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഈ ഹഗായും നമ്മൾ ഈ വായിച്ച സക്രിയാവ് എന്ന് പറയുന്ന 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവശബ്ദം കേൾപ്പിച്ചു. ഹല്ലേലൂയ. അതാണ് ഈ സക്രിയാവ് 4 നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ സെരുബാബേലേ നിന്റെ കൈ കൊണ്ട് ആലയം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, എത്ര ശത്രു ബ്ലോക്ക് ചെയ്താലും അതിന്റെ ആലയത്തെ
ദൈവത്തിന്റെ പണി നീ പൂർത്തീകരിച്ചിരിക്കും. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. ഹല്ലേലൂയ. ആരൊക്കെ പണി മുടക്കിയാലും ആരൊക്കെ എതിര് നിന്നാലും നമ്മൾ ഇന്ന് വായിച്ചതുപോലെ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഇന്ന് പകൽ ചിലതിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. നിന്നോടും നിന്റെ കുടുംബത്തോടുമുള്ള ദുഷ്ടന്റെ ആശ നശിക്കും. എത്ര തടസ്സം കിടന്നാലോ, ഇനി വർഷങ്ങൾ നഷ്ടപ്പെട്ടെന്ന് നിനക്ക് തോന്നിയാലോ, ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ചിലത് നടക്കും. എത്ര പേര് ദുഷ്ടന്റെ ആശ നശിച്ചു പോകും? ദുഷ്ടന്റെ ആശ പണിയിരുന്ന ദൈവത്തിന്റെ ആശ ഇവിടെ പണിയുമെന്ന. ഹല്ലേലൂയ. 10-16 നീണ്ട വർഷങ്ങൾ മുടങ്ങിക്കിടന്നപ്പോൾ ദുഷ്ടം വിരായിച്ചു. അവൻ ചിന്തിച്ചത് ഹല്ലേലൂയ അതേ സംഭവിക്കത്തുള്ളെന്ന്. പക്ഷെ ഒരു ദൂത് ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, ഇത്രയും നാളും ബ്ലോക്കായി കിടന്നപ്പോഴും എഴുന്നേക്കണ്ടപ്പോൾ ഹഗായെ, സക്രിയ പ്രവാചകന്മാരെ എഴുന്നേറ്റ് ജനത്തോട് ദൈവശബ്ദം വിളിച്ചു പറഞ്ഞു, അങ്ങനല്ല, ആത്മാവിനാൽ നടക്കുമെന്ന്. ഇന്ന് പകലും ഹല്ലേലൂയ ദൈവം തന്റെ ദാസനിൽ കൂടെ ഒരു ശബ്ദം നിങ്ങളോട് പറയിക്കുന്ന എന്തിനാണെന്നറിയാമോ? ആ കാര്യം നടക്കാനാ. ദുഷ്ടന്റെ ആശ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുഷ്ടനൊരാശയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, പ്ലാൻ ഉണ്ട്. ദൈവ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് പറയുന്നു, അത് നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട് നടന്നാൽ അത് ദുഷ്ടന്റെ ആശയം നടക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദുഷ്ടന്റെ ആശയെ പൊളിക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഇന്നത്തെ മെസ്സേജ് മതാ, ഒരു പിന്മഴ ദൈവം അയക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മഴ അയക്കാൻ പോകുകയാണ്. മുടങ്ങിക്കിടന്ന ചിലതല്ല, ശക്തമായി ദൈവം പറയുന്നു, മുടങ്ങിക്കിടന്നത് ബ്ലോക്കായി കിടന്നത്, സ്റ്റക്കായി കിടന്നത്, നിനക്കായി, നിന്റെ കുടുംബത്തിനായി, നിന്റെ തലമുറക്കായി ആ തടസ്സങ്ങളെ മാറ്റി ചിലത് വെളിപ്പെടുത്താൻ പോകുന്ന ഒരു സീസൺ, ഒരു കാലം ആരംഭിച്ചു എന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ജീസസ്. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഉറക്കെ പറ, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം അനുസരിച്ച് അവന്റെ വഴിയിൽ നടക്കുന്ന ദൈവകുഞ്ഞിനോട് ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയുള്ള പൗലോസ് കപ്പൽ ഛേദനം വന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 27 അറിയാം. കപ്പൽ ഛേദം വന്നു കഴിഞ്ഞ് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് മെലിത്ത ദ്വീപിൽ, മാൾട്ട ദ്വീപിൽ, അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ മാൾട്ട ദ്വീപിലെത്തി. ദ്വീപിലെത്തിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, അവിടെ ഭയങ്കര തണുപ്പാണ്. അവിടെ കുറച്ചു പേര് ബർബറന്മാര് അവിടുത്തെ എന്ത് ചെയ്തെന്നറിയാമോ? വിറക് കൂട്ടി തീ കത്തിച്ചു. വലിയ ആശ്വാസം കിട്ടി. പൗലോസ് വിചാരിച്ചു, ഞാനും കൂടെ സഹായിക്കാം. ഒരു വിറകെടുത്ത് തീയിലോട്ട് കൊണ്ടിട്ടപ്പോഴത്തേക്ക്, അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരണല് കയറി എന്ത് ചെയ്തു? കൈ കയറി പിടിച്ചു. ഹല്ലേലൂയ. അവിടുത്തെ ദ്വീപ് നിവാസികൾ പറഞ്ഞു, യോ, ഇവരെന്തോ വലിയ കുഴപ്പം ചെയ്തതാ, കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ മരിക്കേണ്ടതാ. ഈ കരയെ വന്നു. ആ നീതിദൈവം അവനെ വെറുതെ വിട്ടിട്ടില്ല. അതെ, കാരണം അവർക്കറിയാം ഈ സാധനം കടിച്ചാൽ സംഭവിക്കുന്നത് പെട്ടെന്ന് നീര് വെക്കും, ചത്തുവീരും. ഇതുവരെ അവർ കണ്ടത് അങ്ങനെ, നീര് വെക്കും, ചത്തുവീരും. അത് അപ്പോസ്തലപ്രവൃത്തി 20 കിടപ്പുണ്ട്. ഇപ്പോൾ അവർ നോക്കിക്കൊണ്ടിരുന്നു, നീര് വെക്കും, ചത്തുവീരും. പക്ഷെ നീര് വെക്കുന്നുമില്ല, ചത്തുവീരുന്നില്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം സംഭവിച്ചു. കടിച്ചു തൂങ്ങിയതിനെ ഹല്ലേലൂയ അവിടുത്തെ തീയിലോട്ട് ഇതങ്ങ് കൊടഞ്ഞങ്ങ് എടുത്തിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദുഷ്ടന്റെ ആശ എപ്പോഴാ നശിക്കുന്നതെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിയ ചിലതുണ്ട്, അതിനെ നീ ആത്മാവി കൊടഞ്ഞു കളയണം. വെച്ചോണ്ടിരിക്കരുത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക്
മനസ്സിലായോ? ജീവിതത്തിന്റെ അകത്ത് ഇന്ന് പകൽ ശ്രദ്ധിച്ചോണം. ഞാൻ മെസ്സേജിലേക്ക് വരും, പക്ഷെ അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് തരുന്നത് നൽകിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്ന ചിലതിനെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. അത് നിന്നെ എന്താ പറയാ, അങ്ങനെ പോയാൽ അത് ദുഷ്ടന്റെ ആശ നടക്കും. ഹല്ലേലൂയ. നീരുവെക്കും, ചത്തുവീരും. പക്ഷെ ജീവിതത്തിന്റെ അകത്ത് അത് ശാപമായ, രോഗങ്ങളായ, മറ്റ് ബുദ്ധിമുട്ടുകളായ, അസമാധാനമായി നിന്റെ ജീവിതത്തെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിനെ നീ വിട്ടുകൊടുക്കരുത്. അതിനെ കൊടഞ്ഞു കളഞ്ഞോളാം. ആരാധനയിൽ, പ്രാർത്ഥനയിൽ, അഭിഷേകത്തിന്റെ നിറവിൽ നീ അതിനെ കൊടഞ്ഞു കളഞ്ഞാൽ എന്തോ ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്ന് ആരാധിച്ച്, ഒന്ന് ആത്മാവിൽ അതിനെ ഒന്ന് കൊടഞ്ഞു കളഞ്ഞ്, ഒന്ന് ആരാധിച്ച് ശാസിച്ച് ജീവിതത്തിൽ കയറി പിടിച്ചിരിക്കുന്ന ചിലത് ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് ദൈവാത്മാവിന് പറയാനുള്ളത് ഇന്ന് പകൽ വിശ്വസിച്ച നിന്റെ ജീവിതത്തിന്റെ അകത്ത് കയറി പിടിച്ച ചിലതിനെ നീ ആത്മാവിൽ കൊടഞ്ഞുകളോ. Tara 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 basha tara 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 alba tara thira dala hatta sada thiva alba tara thira dala hatta satta chede hatta sada jivala vancham davala vatta sede ആത്മാവിൽ ആരാധന ജീവല ഭക്തം ദാവല വട്ട സാദ. ദുഷ്ടന്റെ ആശ നശിക്കും, ദുഷ്ടന്റെ ആശ നശിക്കും. നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ശ്രദ്ധിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ ചിലത് വരുമ്പോൾ അതിനെ താലോലിക്കരുത്. നമ്മൾ അതിനെ എന്തോ ചെയ്യണം? കുടഞ്ഞു കളഞ്ഞേക്കണം. നമുക്ക് എന്തിലോട്ട് കുടയും? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മാവിന്റെ ആരാധനയിൽ. അതിവിടെ ആരാധനയൊക്കെ നടക്കും. നിങ്ങൾ അങ്ങ് ആരാധിച്ചു പ്രാർത്ഥനയിൽ ഒന്നിച്ചു വന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുക. അതിൻ്റെ അകത്തോട്ട് ഇതിനെ കുടഞ്ഞു കളഞ്ഞേക്കണം. ഇന്ന് പകലും അങ്ങനെ വീട്ടിലേക്ക് പോകാം. കാരണം ഇത് ഇരുന്നാൽ നിന്നെ ദുഷ്ടന്റെ ആശ ജീവിതത്തിൽ നിറവേറ്റും. അതല്ല, ദൈവത്തിനൊരു ആശയുണ്ട്, അത് നിറവേറണമെങ്കിൽ. കാരണം പൗലോസ് റോമിൽ നിൽക്കേണ്ടതാണ്, ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ആശ നിറവേറണമെങ്കിൽ ചിലതിനെ നീയായിട്ട് കൊടഞ്ഞു കളയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പാട്ട് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പുറത്ത് ദൂതുണ്ട്, ഹല്ലേലൂയ, ഇപ്പുറത്ത് ദുഷ്ടന്റെ ആശയമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ജീവിതയാത്രയിൽ നമുക്ക് ദൈവം ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലതിനെ ശാസിക്കേണ്ടതിനെ ശാസിച്ചു കളയാ. തേനീച്ച പോലെ അവനെ ചുറ്റി വളഞ്ഞു. യഹോവയുടെ നാമത്തിന് അതിനെ ഛേദിക്കും. എന്തോ ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് ചിലതിന്റെ ജീവിതത്തെ ദൈവം തൊടുകയാണ്. ഇന്ന് പകൽ ചിലതിന് നീ കുടഞ്ഞുകള. നിന്റെ ജീവിതത്തിൽ പിശാച് കയറി പിടിച്ചിരിക്കുന്ന ചിലത് നിന്റെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഭാവിയിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഇന്ന് പകൽ വിശ്വസിക്കുക. ഞാൻ അവസാന സമയം അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവ ദുഷ്ടൻ ചിന്തിച്ചു പണി നിർത്തിയെന്ന്. പക്ഷെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എപ്പോഴും ദൈവശബ്ദം എന്തിനാ ദൈവം കേൾപ്പിക്കുന്നതെന്ന് അറിയാമോ? എന്തോ അടുത്തത് ഭയങ്കര ശബ്ദം നടക്കാൻ പോവുക. ഹഗായിയെ സക്കിരാവിനെ എഴുന്നേറ്റിട്ട് പ്രവചിക്കാൻ പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ആത്മാവിനായി സംഭവിക്കാൻ പോവുക. ദുഷ്ടൻ ചിന്തിച്ച് ഇനി നടക്കത്തില്ലെന്ന്, പക്ഷെ ഇനി നടക്കാൻ പോവുക. ഇത് പ്രവചിച്ചു കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ആലയത്തിന്റെ പണി പൂർത്തീകരിച്ചു. ദൈവശബ്ദം എന്തിനാ കേൾപ്പിക്കുന്നതെന്ന് അറിയാമോ? ഇനി നീ വീണ്ടും മുന്നോട്ട് പോകാനാണ്. ഇന്ന് പകലും 4-അവൻ ഇറങ്ങുമെന്ന് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നീ തീച്ചൂളെ തീരത്തില്ല, നിനക്ക് വേണ്ടി ഇറങ്ങും. ഇന്നത്തെ ദൂതയ്ക്ക് നമ്മൾ വരാൻ പോവുക. അതില് സക്രിയാവ് എന്ന പ്രവാചകനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചത് ആലയം പണി കഴിഞ്ഞ ആ ഒരു ഉണർവുണ്ട്, അവർക്ക് ഉത്തേജനമുണ്ടായി. അത് കെടാതെ കത്തിച്ചോണ്ട് പോകാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകനാണ് സക്രിയാവ്. ഒരു വിടുതൽ കിട്ടി അവിടെ കൊണ്ട് തീരരുത്, വീണ്ടും അവരെ ഉണർത്തി അതിൽ തന്നെ തുടരണം എന്ന് പറഞ്ഞ് ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് സക്രിയ പ്രവചനം. ആ സക്രിയാവിന്റെ പ്രവചനം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങളാണ്. അവരെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന, ആ ഉണർവ് അണയാതെ കൊണ്ടുപോകുന്ന ദൗത്യമാണ് സക്രിയാവിനെ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ചത്. ഇനി ശ്രദ്ധിച്ചോ, അങ്ങനെ പറഞ്ഞാണ്
പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാണ് 10-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പി. അങ്ങനെ അപേക്ഷിച്ചാൽ ദൈവം എന്തു ചെയ്യും? യഹോവ മിന്നൽ പിണർ അയച്ച് ഉണ്ടാക്കുന്നു. മഴ പെയ്യും. ഇതെന്താന്ന് പറയാൻ പോവാ. വിശുദ്ധ ബൈബിളിൽ മഴ വ്യത്യസ്ത അനുഭവത്തിൽ മഴയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോ. ഒന്ന്, ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ നന്മകളായി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി, ദൈവത്തിന്റെ കരുതലായി, ചിലതൊക്കെ മുളച്ചു വരാനായി ദൈവത്തിന്റെ പ്രവൃത്തിയെ മഴയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ വലിയ മഴയ്ക്കകത്ത്, പ്രളയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കോപത്തെ, നോഹയുടെ കാലത്ത് വലിയ ജലപ്രളയത്താൽ ദൈവം ആ ന്യായവിധിയെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇനി ഇവിടെ പറഞ്ഞ ഈ സംഭവത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവാം. നീ പിന്മഴയുടെ കാലത്ത് യഹോവയോട് നീ എന്ത് അപേക്ഷിക്കണം? പിന്മഴയ്ക്കായി അപേക്ഷിക്കും. ഇനി മെസ്സേജ് എല്ലാവരും ശ്രദ്ധിച്ചോ. പരിശുദ്ധാത്മാവിന്റെ ഒരു മഴ ഇതിന്റെ അകത്ത് പെയ്യും. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ചില സസ്യങ്ങൾ വിളയാൻ, വയലുകൾ അനുഗ്രഹമാകാൻ പിന്മഴയുടെ കാലത്ത് നീ എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്താണ് പിന്മഴ? അപ്പൊ അതിന്റെ അർത്ഥം ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്, പല സ്ഥലത്തും മുൻമഴ. ഇവിടെ വായിച്ചത് ലേറ്റർ റെയിൻ. എന്താണ് പിന്മഴ? നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവാം. എന്താണ് പിന്മഴ? അപ്പോൾ തന്നെ ഈ മഴ, ഇവിടെ പറഞ്ഞ എബ്രായർ പദം നമ്മൾ മഴ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ 2 അർത്ഥം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഒന്ന്, മുൻമഴയുണ്ട്. ഈ കർഷകന് തൻ്റെ കൃഷികളൊക്കെ വിതയ്ക്കുന്നതിന് മുമ്പേ, ആ വിതച്ചു കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ മഴ അത്യാവശ്യം. അതാണ് മുൻമഴ എന്ന് പറയും, ഏർലി റെയിൻ എന്ന് പറയും. അത് സാധാരണ എപ്പോഴാണെന്നറിയാമോ? സെപ്റ്റംബർ പകുതി കഴിഞ്ഞ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഞാൻ ഇസ്രായേലിന്റെ പശ്ചാത്തലം പറയാണ്, ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ മഴ പെയ്യും. അതാണ് മുൻമഴ എന്ന് പറയുന്നത്. വിത്ത് വിതയ്ക്കാനും വിതച്ച ആദ്യത്തെ വളരാനും ഒക്കെ ഉപയോഗപ്പെടുന്ന മഴ. അതാണ് ഇയർലി റെയിൻ എന്ന് പറയും, ഫോർമർ റെയിൻ, മുൻമഴ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ വായിച്ചതാണ്, നീ പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കും. കർഷകന് ഏറ്റവും പ്രധാനപ്പെട്ട കൊതിയോടെ കാത്തിരിക്കുന്ന സംഭവം. കാരണം വിത്ത് വിതച്ചിട്ട് അതിന്റെ ഫലം കിട്ടണമെങ്കിൽ ഏത് മഴ വേണം? ഈ മഴ വേണം, പിന്മഴ വേണം. ഇത് ഇന്നത്തെ ദൂതിലേക്ക് വരാൻ പോകുമ്പോഴാണ് നമ്മുടെ വിഷയത്തെ തൊടാൻ പോകുന്നത്. പല വിത്തുകളും ശരിയാവാതിരിക്കുന്നത്, ഫലം കായ്ക്കാതിരിക്കുന്നത് ഈ പിന്മഴ കിട്ടാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ഇടപെടൽ ഇതിന്റെ അകത്തുണ്ടാകും. ഇനി ശ്രദ്ധിച്ചു, ഇനി 5 മിനിറ്റ് നിങ്ങൾക്ക് ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഈ പിന്മഴയുടെ എന്ന് പറയുന്നത്, അതാണ് ഈ സീസൺ. ഇപ്പോൾ അത് ഈ പ്രസംഗിക്കുമ്പോൾ നടക്കുന്ന സമയമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസം, ഈ 3 മാസങ്ങളുടെ അകത്ത് പെയ്യുന്ന മഴയാണ് പിന്മഴ, ലേറ്റർ റെയിൻ. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? സ്പ്രിംഗ്. മാർച്ച്, ഏപ്രിൽ, മെയ്, സ്പ്രിംഗ് റെയിൻ എന്ന് പറയും. വസന്തകാലം മഴ. ഈ മഴയാണ് നമ്മൾ വായിച്ചത് ലേറ്റർ റെയിൻ. പിന്മഴയുടെ കാലത്ത് നീ ദൈവത്തോട് അപേക്ഷിക്കും. ഈ പിന്മഴയുടെ ഗുണം എന്താണെന്നറിയാമോ? നല്ല രീതിയിൽ കായ്കളൊക്കെ ആയി നല്ലൊരു ഫലത്തിലേക്ക് എത്തണമെങ്കിൽ കർഷകൻ കൊതിച്ചു കാത്തിരിക്കുന്ന ഒരു മഴയാണ് പിന്മഴ. ഇതങ്ങോട്ട് കഴിയുമ്പോൾ എന്താണെന്നറിയാമോ? പിന്നെ വലിയ കൊയ്ത്തിലേക്ക് മാറ്റപ്പെടും. നല്ല ഇതും കൂടെ കിട്ടുമ്പോ ഫലമൊക്കെ നല്ല സ്ട്രോങ് ആയി, വല്ല ഉണങ്ങിക്കിണങ്ങി ഉള്ളതും വരത്തില്ല, നല്ല സ്ട്രോങ് ആയി നല്ല വിളവ് കിട്ടി കർഷകന് ഉല്ലാസത്തിന്റെ അവസ്ഥ ഉണ്ടാക്കും. ഇന്ന് പകൽ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോകുക. കാരണം ബൈബിളിലുടനീളം പരിശുദ്ധാത്മാവിനെ മഴയോട് ഉപമിച്ചിട്ടുണ്ട്. ഇനി 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കാൻ പോകുക. ഹല്ലേലൂയ. ആവർത്തനം 11:14. ഇനി 3-4 വചനങ്ങൾ ശ്രദ്ധിച്ചോണം. ആവർത്തനം
11:14. ആവർത്തനം 11:14. ആവർത്തനം ഡ്യൂട്ടോണമി 11:14. ജാഗ്രതയോടെ ആ അനുസരിച്ചാൽ. ആവർത്തന പുസ്തകം 11:14 വായിക്കുന്നത്. വായിച്ചു. ജാഗ്രതയോടെ അനുസരിച്ചാൽ ആ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിനു വേണ്ട മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഹല്ലേലൂയ. ആ സമയത്തിന് വേണ്ട മുൻമഴയും പിന്മഴയും എന്തിനാ? ഇതെങ്കിലും എന്നാലേ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന്. ഹല്ലേലൂയ. കാരണം മുൻമഴ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, പിന്മഴയും കൂടെ, ലേറ്റർ റെയിനും കൂടെ കിട്ടണം. ഹല്ലേലൂയ. മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൂടെ മഴയും കൂടെ കിട്ടിയാൽ ധാന്യങ്ങൾ ശേഖരിക്കത്തക്കവണ്ണം നീ വിതച്ചതൊന്നും വെറുതായി തീരത്തില്ല. ഒരാർപ്പോടൊരു കൊയ്ത്ത് ദൈവം ചെയ്തിരിക്കാം. ഇന്ന് പകൽ ഒരു ആത്മീയമായി ദൂത് പറയുക. ഈ മെയ് മാസത്തിന്റെ പകുതിയോടടുക്കുന്ന സമയത്ത് നിന്നുകൊണ്ട് ഓരോ കുടുംബത്തോടും വിളിച്ചു പറയാ, നീ കണ്ണീരോടെ പ്രാർത്ഥിച്ച് വിതച്ച ചിലതിന്റെ ഒരു ഭയങ്കര റിസൾട്ട് വെളിപ്പെടാനായി ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ പിന്മഴയ്ക്കായി, ആത്മാവിന്റെ ഇടപെടലിനായി നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ മഴ എന്ന് ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഇടപെടലാണ്, ദൈവത്തിന്റെ സന്ദർശനമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹോശയ 6:3. ഹല്ലേലൂയ. ഒന്നെടുത്ത് ഹോശയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. അതിനുശേഷം സങ്കീർത്തനം 72:6 ഒരാൾ എടുക്കണം. സങ്കീർത്തനം 72:6 രണ്ടാമത് വായിക്കണം. ആദ്യം ഹോശയ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഹോശയ ചാപ്റ്റർ 6 വേഴ്സ് 3. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം അറിഞ്ഞുകൊള്ളുക. അടുത്ത വാക്ക്, നീ യഹോവയെ അറിയാൻ നാം ഒന്ന് ഉത്സാഹിക്കണം. അടുത്തത്, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എന്തോ ഈ മഴയെ കാണിക്കുന്നറിയാമോ? നിന്റെ അടുത്തേക്ക് എന്റെ ദൈവം ഇറങ്ങി വന്നിരിക്കും. ഒരു നിശ്ചയമുള്ള ഒരു കാര്യം പറയാൻ പോകുകയാണ്. ഒരു ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ അവൻ ദൈവം നിനക്ക്, നീ ഉത്സാഹിച്ചോ, നീ പ്രാർത്ഥിച്ചോ, പിന്മഴ പോലെ ദൈവം നിന്നിലേക്ക് വരും. ഈ മഴ എന്ന് പറയുമ്പോൾ ഈ പുറത്തെ മഴയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന, നിന്റെ ഫലമുണ്ടാകാതെ ഇരിക്കുന്ന ചില അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുന്ന, ദൈവം ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളോട് ദൂത് പറയുന്നു. ഒരു ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നിന്റെ അടുക്കലേക്ക് നിന്റെ ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. ഇനി ഒറ്റ വാക്കിൽ പറയാം. ഞാൻ അതിലേക്ക് വരികയാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ 2-3 ദിവസങ്ങൾ കണ്ടോ, എല്ലാ വീട്ടിലും കാടാകാൻ തുടങ്ങി, എല്ലാത്തിന്റെ ഇലകളൊക്കെ പച്ചിപ്പാവാൻ തുടങ്ങി. കഴിഞ്ഞ 2-3 ആഴ്ചക്ക് കണ്ടതുപോലല്ല. ഇപ്പോൾ നമ്മൾ ടൗണിൽ ഇറങ്ങിയാൽ, ദേശത്തിറങ്ങിയാൽ, മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ അവിടെ ഇവിടെയൊക്കെ പച്ചിപ്പ് വന്നു. അതായത് ഒരു മഴ ഭൂമിയിലേക്ക് വന്ന് എന്ത് പ്രവൃത്തി ചെയ്തു? ഉണക്കിയ അനുഭവങ്ങൾ മാറ്റി ചിലതൊക്കെ മുളച്ചു വരാൻ തുടങ്ങി, പച്ചിപ്പ് വരാൻ തുടങ്ങി, മൊത്തത്തിൽ അവസ്ഥ വരാൻ തുടങ്ങി, ഉറവുകൾ തുറക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇത് സർവശക്തനായ ദൈവം പിന്മഴ പോലെ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ നിന്റെ ജീവിതത്തിലെ ഉണങ്ങിയ ചില അവസ്ഥകൾ ഒരു പിന്മഴയ്ക്കായി കർത്താവേ, ഒരു അഭിഷേകത്തെ നില ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ മാസം മുതൽ ഒരു പിന്മഴയുടെ സീസൺ പോലെ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തികൾ, ഒരു പിന്മഴ പോലെ ചില കുടുംബങ്ങളിൽ ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ. ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ദൈവാത്മാവിന്റെ സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. സങ്കീർത്തനം 72:6 സങ്കീർത്തനക്കാരൻ പറയുന്നു. Psalm 72:6 വായിച്ചേ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ, അവൻ
ഭൂമിയെ നനയ്ക്കുന്ന വൻപര പോലെ അവൻ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇറങ്ങി വരൽ, ദൈവത്തിന്റെ ഇടപാടുകൾ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോട് പരിശുദ്ധമൽ പറയുന്നു, ഇന്ന് ഈ നിമിഷം മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവേ, ഒരു പിന്മഴയുടെ കാലത്ത് കർഷകൻ അതിനു വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഞാൻ ഇതാ കാത്തിരിക്കുന്നു. എനിക്കൊരു സീസൺ മനസ്സിലായി. എൻ്റെ എന്തൊക്കെയോ വാഗ്ദത്തങ്ങൾ ജനിക്കാനുണ്ട്. 2024 പകുതിയോട് അടുക്കുന്നു. ഇനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എൻ്റെ കർത്താവേ, ഒരു പിന്മഴ വേണം. പരിശുദ്ധാത്മാവിന്റെ ഇടപാട്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ മഴ എൻ്റെ ജീവിതത്തിനകത്തലങ്ങളിൽ. ഇത് ശാന്തമായി നിങ്ങളുടെ അകത്തോട്ടൊന്ന് മനസ്സിലാക്കി നമ്മൾ ഇത് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ മഴ, പിന്മഴയുടെ കാലത്ത് നീ അവനോട് യാചിപ്പേ. ദൈവം എങ്ങനാണ്, ആർക്കാണ് ഈ പിന്മഴ അയക്കുന്നത്? 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആവർത്തനം 11:3, ആവർത്തനം 11:13, 14, 15. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 13, 14, 15. നിങ്ങളുടെ ദൈവമായ യഹോവേ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടനുസരിച്ചാൽ. നീ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിച്ച് അവന്റെ കൽപ്പനകൾ നീ അനുസരിച്ചാൽ. 14, 15. കൽപ്പനകൾ ജാഗ്രതയോടനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. 15. ഞാൻ നിന്റെ നിലത്തും നിന്റെ നാൽക്കാലികൾക്കും പുല്ല് തരും. നീ തൃപ്തിയാവും വണ്ണം ഭക്ഷിക്കും. കണ്ടോ, നീ പാർക്കുന്ന ദേശത്ത് നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ച, പൂർണ്ണ മനസ്സോടെ നിന്നാൽ, അവന്റെ കൽപ്പനകളെ നീ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ, നിന്നോടൊരു ദൂത് പറയുന്നു, ശേഖരിക്കേണ്ട സമയത്ത് നീ ശേഖരിക്കും. തക്ക അളവിൽ നിനക്ക് മുൻമഴയും പിന്മഴയും എന്റെ ദൈവം നൽകിയിരിക്കും. ആമേൻ. ബൈബിളിന്റെ സബ്ജക്റ്റാ, ദൈവം തന്റെ ജനത്തിന് മഴയയക്കും. പഴയ നിയമത്തിൽ പറയുന്നു, നിനക്ക് വേണ്ടത് നൽകാൻ, നിന്റെ നിലത്തിന് നാൽക്കാലികൾക്ക് പുല്ല് കിട്ടാൻ, തൃപ്തിച്ച് ഭക്ഷിച്ച് തൃപ്തിയാവുമെണ്ണമാകാൻ ദൈവം പിന്മഴയെ അയക്കും. നല്ലൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരാത്മാവിന്റെ മഴ പെയ്തിറങ്ങണം. എൻ്റെ ജീവിതത്തിൽ ചിലത് ഫലത്തിലേക്ക് മാറണം. ദൈവം അതിനാ മെസ്സേജ്. അടുത്ത 2 ആർക്കു വേണ്ടി? 1 ദൈവസന്നിധിയിൽ വാക്കനുസരിക്കുന്ന ജാഗ്രതയോടെ നിൽക്കുന്നവർക്ക്. 2 യാക്കോബ് 5:7, 5:7, യെശയ്യാവ് 44:3-4. ആദ്യം യാക്കോബ് 5:7 എന്ന് വായിച്ച്. ജെയിംസ് ചാപ്റ്റർ 5:7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ഒരു കർഷകൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ, മുൻമഴയും പിന്മഴയും കിട്ടുവോളം കാത്തിരിക്കുന്ന പോലെ നിങ്ങളും എന്തു ചെയ്യണം? കാത്തിരിക്കണം. പിന്മഴയുടെ കാലത്തിനായി ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കണം. കാരണം അത് മിസ്സായാൽ സകലതും നഷ്ടപ്പെടും. ദൈവം ഈ സീസണിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് മിസ്സാവാൻ പാടില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ ഇസ്രായേലിന്റെ കലണ്ടർ അനുസരിച്ച് ഈ മാസങ്ങളിൽ പിന്മഴയുടെ സമയമാണ്. അത് കഴിഞ്ഞ് അവർക്കൊരു വലിയ വിളവിലേക്ക് വരാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെയ് മാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ്, ഈ മഴ ഏതാണെന്ന് പരിശുദ്ധ അതിലേക്ക് വരാൻ പോവാ. പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്തിറങ്ങി നിന്റെ ജീവിതത്തിൽ ഫലം കാണാൻ പോവുക. ഹല്ലേലൂയ. ദാഹിച്ച് കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അത് മനോഹരമായി പ്രവാചന പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്നു. യെശയ്യാവ് 44:3-4 വചനം കുറിക്കേണ്ടവർക്ക് വേണ്ടിയാണ്.
വചനം ഓരോന്ന് എടുത്തു പറഞ്ഞു. യെശയ്യാപ്രവചനം 44 അധ്യായം 3-4 വാക്യം. ഈ വചനം നിങ്ങൾ വീട്ടിൽ ചെന്ന് ധ്യാനിച്ചാൽ ഉള്ളിൽ തീ കത്തും. എന്നിട്ട് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കും. യെശയ്യാപ്രവചനം 44 3-4 വാക്യങ്ങൾ. 44 3-4 വാക്യം. വായിച്ചു സിസ്റ്റർ, വായിച്ചു. ദാഹിച്ചിരിക്കുന്നിടത്ത് ആ. ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. കേട്ടോ, ദാഹിച്ചിരിക്കുന്നിടത്ത് ദൈവം വെള്ളവും നീരൊഴുക്കും പകരും. അവിടുത്തെ അയക്കേണ്ട മഴയെ ദൈവം അയക്കും. എന്നിട്ട് നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും കണ്ടോ, എന്താ ഈ ആത്മാവിന്റെ മഴ, ഈ ആത്മാവിന്റെ നദി. ഹല്ലേലൂയ. നിന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവിനെ പകരം. സൈന്യത്താലും ശക്തിയാലും നടക്കാത്തത് നടക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ഈ സീസണിൽ വിശ്വസിക്കുക, നമ്മുടെ തലമുറ മേലും കൊച്ചുമക്കളുടെ മേലോ ആത്മാവിന് പകരുന്നൊരു സമയമാണ്. നിങ്ങൾ കൊതിയോടെ പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ അധികം താമസിക്കാതെ എല്ലാ കുഞ്ഞുങ്ങളും ആത്മാവിൽ നിറയുന്ന, അഭിഷേകത്തിൽ ആരാധിക്കുന്ന, അന്യഭാഷയിൽ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, അത് പ്രാർത്ഥിക്കണം. പക്ഷെ അതിനേക്കാൾ വലുത് ഉയർന്ന പ്രാർത്ഥന, കർത്താവേ എന്റെ സന്തതിയുടെ മേൽ ആത്മാവിന്റെ മഴ പെയ്യട്ടെ. ആത്മാവിന്റെ മഴയാൽ അവൻ കുതിരട്ടെ. അങ്ങനെ പെയ്താൽ 44:4 അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. നീർത്തോടിന്റെ അടുത്തുള്ള വളർന്ന് മുളച്ചു വരുന്ന പോലെ ചിലത് മുളച്ചു വരും. ആത്മാവിന്റെ മഴ പെയ്താൽ ഒരു നാമ്പും കാണാത്തിടത്ത് ചിലതൊക്കെ മുളച്ചു വരാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ മഴ പെയ്യ. ഈ സീസണിൽ പ്രാർത്ഥിക്കുക, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മഴ പെയ്യണം. ഇനി ഇതിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞ് പ്രേയറിലേക്ക് കയറാൻ പോവുക. ആദ്യം സങ്കീർത്തന പുസ്തകം 65 എടുത്തേ. സങ്കീർത്തന പുസ്തകം 65 അതിൽ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. സങ്കീർത്തന പുസ്തകം 65 അധ്യായം അതിൽ 9 മുതലുള്ള വാക്യങ്ങൾ. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. കണ്ടോ, ശ്രദ്ധിച്ചേ. ഭൂമിയെ എന്തുകൊണ്ട് സന്ദർശിക്കുന്നു? മഴയാൽ സന്ദർശിക്കുന്നു. സന്ദർശിക്കുമ്പോൾ ഭൂമി എന്താകുന്നു? പുഷ്ടിയുള്ളതാകുന്നു. അതുവരെ ഫലം കായ്ക്കാത്തതായിരുന്നു, ഇപ്പോൾ എന്തായി? പുഷ്ടിയുള്ളതായി തീർന്നു. ഇന്ന് പകൽ എന്റെ ദൈവ ശബ്ദം നിങ്ങളോട് സംസാരിക്കുന്നത്, ജീവിതത്തിൽ ഫലമില്ലാതെ കിടക്കുന്ന ഒരു ഗ്രൗണ്ടിനെ മഴ പെയ്ത് പുഷ്ടിയുള്ളതാക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്താൽ, ഒരു പിന്മരക്ക് വേണ്ട കാലത്ത് നീ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ പുഷ്ടിയുള്ളതായി തീരും. ഫലമില്ലാതെ പോകത്തില്ല. ഇവിടെ ഇരിക്കുന്ന സകല കുടുംബത്തോട് ഒരു പ്രവചനം പറയുന്നു. ഇന്നൊരു പകലൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവെ, സകലത്തെ കുതിർക്കുന്ന, സകലത്തെ നനയ്ക്കുന്ന, സകലത്തെ പുഷ്ടിയാക്കുന്ന ഒരു ആത്മാവിന്റെ മഴ പെയ്യണം. ആമേൻ. അടുത്തത് ശ്രദ്ധിച്ചോണം. നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, നീ അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. മഴ പെയ്യുമ്പോൾ കൃഷിക്കാരന്റെ ഒരു സന്തോഷം, വിതയ്ക്കുന്നതിന് മുമ്പേ ചില കട്ടകളുണ്ട്, അത് കുതിർന്നുടഞ്ഞു പോകും. ഹല്ലേലൂയ. എങ്കിലേ എന്തു വരത്തുള്ളൂ? ചിലതൊക്കെ മുളച്ചു വരത്തുള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്താൽ കുടുംബത്തിന്റെ അകത്ത് കട്ട പോലെ കിടക്കുന്ന ചിലതിനെ ഈ ദിവസങ്ങളിൽ കുതിർത്ത് 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 ദൈവം ഉടച്ചു മാറ്റാം. ഈ ദൂതൊന്ന് വിശ്വസിക്കാമോ? നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ മഴ പെയ്താൽ ചിലതൊക്കെ കുതിർന്ന് കുതിർന്ന് ഉടഞ്ഞു മാറും. അടുത്തത് വായിച്ചു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ,
മരുഭൂമിയിൽ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. 13 മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവർ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. അപ്പൊ അതുവരെ എന്തായിരുന്നു? തരിശുനിലം, മൊട്ടക്കുന്നുപോലെ കിടക്കുന്ന അവസ്ഥ. വൻമഴ പെയ്തപ്പോ ചിലതൊക്കെ കുതിരാൻ തുടങ്ങി, കട്ടകൾ ഉടയാൻ തുടങ്ങി, മുളകൾ വിളയ്ക്കാൻ തുടങ്ങി. അപ്പുറത്തേക്ക് താഴ്വരകൾ അനേകം മേച്ചിൽപ്പുറങ്ങളായി. ഒരിടത്ത് കൊയ്ത്ത് നടക്കുന്നു, ഒരിടത്ത് മേച്ചിൽപ്പുറങ്ങൾ നടക്കുന്നു. പാടുകയും പാടുകയും ചെയ്യുന്ന ഒരവസ്ഥ ദൈവം ചെയ്തു. ഉല്ലാസത്തിന്റെ ജഗത്തിന്റെ കോശം നിന്റെ കൂടാരത്തിൽ കേൾപ്പിക്കാനായി ദൈവം തന്റെ മഴയെ അയക്കാനായി ഇന്ന് പകൽ ചിലരെടുത്ത് പ്രാർത്ഥിച്ചാൽ ഇതുപോലത്തെ ചില അവസ്ഥകൾ ദൈവാത്മാവ് ചില ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആത്മാവിൽ ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നിന്റെ ജീവിതത്തിൽ മഴ പെയ്യാൻ പോകുക. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യാൻ പോകുക. നീ ചിലതിനെ ദൈവം ഉടച്ചു മാറ്റാൻ പോകുക. ആത്മാവിൽ സ്തുതിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ ഒന്ന് സ്തുതിച്ചേ. ഒന്ന് ഒരു മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ച് അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് അല്പ മിനിറ്റ് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. വിട്ടുകൊടുക്കാതെ ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ചിലത് പെയ്തിറങ്ങുകയാണ്. പെയ്തിറങ്ങുകയാണ്. നിന്റെ സംഭരസനങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന, നിന്റെ പാതകളെ പുഷ്ടി പിടിപ്പിക്കുന്ന ഒരാത്മാവിന്റെ പിന്മഴ ഈ പിന്മഴയുടെ കാലത്ത് യോവേലിന്റെ പുസ്തകം പഠിക്കുമ്പോ യോവേലിന്റെ പുസ്തകം എടുത്തേ. യോവേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം യഹൂദ ജനത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? 1-4 വായിച്ച് 10, 11, 12 കൂടെ വായിക്കാൻ പോകും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. യോവേലിന്റെ പുസ്തകം 1-ാം അധ്യായം ആ സമയത്ത് അവർ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചോണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളിയെ തിന്നു, വെട്ടിക്കിളിയെ ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. കണ്ടോ? എല്ലാം തീർത്തു. ഇനി 10, 11, 12 വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. 10, 11, 12 ബൈബിൾ ശ്രദ്ധിക്കേണ്ടവർ ബൈബിൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. എല്ലാവരും വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ ലജ്ജിപ്പിപ്പീൻ, മുന്തിരിത്തോട്ടക്കാരെ ഗോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവീൻ. വയലിലെ വിളവ് നശിപ്പിച്ചു പോയല്ലോ, മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം ഈന്തപ്പന നാരകം മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയല്ലോ. കണ്ടോ? എല്ലാം ഉണങ്ങിപ്പോയി. ആനന്ദം മനുഷ്യനെ വിട്ട് പോയ സമയം. തുള്ളലും വെട്ടിക്കിളിയും എല്ലാം തിന്നു ശേഷിപ്പിച്ച ശൂന്യമായ അവസ്ഥ. ഇതാണ് യോവേൽ പ്രവചനത്തിൽ
യഹൂദ ജനത്തിന്റെ അവസ്ഥ. പക്ഷേ 23-ാം വാക്യത്തിൽ ദൈവം ഒരു ദൂത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 23-ാമത്തെ വാക്യം 22 മുതൽ വായിച്ചേ. ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവിനായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. തക്ക അളവിനായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിപ്പിച്ചു തരുന്നു. കണ്ടോ? ഭയപ്പെടേണ്ട. ആ വാക്ക് 21, ദേശമേ ഭയപ്പെടേണ്ട, സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട. ദൈവം നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. എന്താണ് 23-ാമത്തെ വാക്യം? സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിക്കുക, നിങ്ങളുടെ ദൈവമായ യഹോവ സന്തോഷിപ്പിൻ. കാരണം തക്ക അളവായി അവൻ മുൻമഴ നൽകുന്നു. മുൻപത്തെ പോലെ തന്നെ അവൻ പിന്മഴയും നിങ്ങൾക്ക് വർഷിപ്പിച്ചു നൽകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട, ഇനി ലജ്ജിച്ചിരിക്കണ്ട. പലതും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷെ നീ ഇനി പ്രാർത്ഥിച്ചോ, തക്ക അളവായ മുൻമഴയും പിന്മഴയും എന്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ നീ കണ്ടത് സകലതും ശൂന്യമാണ്. ഇതുവരെ കണ്ടത് സകലതും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ മഴ പെയ്താലുള്ള ഗുണമാണ് ഞാൻ പറയുന്നത്. 24 ഒന്ന് വായിച്ചേ. 24, 25 വായിച്ചേ. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ഈ മഴ പെയ്താൽ നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് ദൈവം നിറയ്ക്കും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഇതുവരെ നിന്റെ ചക്കിൽ ഇടാനായിട്ട് ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ മുന്തിരിയിട്ട് ചക്കിന്റെ അകത്ത് എണ്ണയും വീഞ്ഞും വെളിപ്പെടത്തക്കവണ്ണം ദൈവം ചില ദൈവപ്രവൃത്തികളെ ചെയ്തിരിക്കും. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവ കുഞ്ഞിനോട് ആത്മാവിൽ ഞാനൊരു ദൂത് പറയാണ്. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണങ്ങിക്കിടക്കുന്ന ഏത് അവസ്ഥയായിക്കോട്ടെ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് തകർന്നു കിടക്കുന്ന ഏത് അവസ്ഥയായിക്കോട്ടെ, ശൂന്യമായി കിടക്കുന്ന അവസ്ഥയായിക്കോട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞിന് വേണ്ടി എന്റെ ദൈവം തന്റെ മഴ അയക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിറയേണ്ടതിനെ ദൈവം നിറയ്ക്കും. അടുത്തത് 25. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പഴവും തിന്നുകളഞ്ഞ സമ്പത്സൽക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അടുത്ത ദൂതുകൂടെ പറയാം. നിറയെ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ തുള്ളലും വെട്ടുക്കിളിയും പച്ചപ്പുഴവും നിന്റെ ലൈഫിൽ തിന്ന് ശേഷിപ്പിച്ചതിന് പകരം ദൈവം നൽകിയിരിക്കാം. ഹല്ലേലൂയ. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിന് പകരം സംഭരസനെ നഷ്ടപ്പെട്ടോ അത് തിരിച്ചു നൽകിയിരിക്കും. ദൂത് മനസ്സിലായോ? ഒരു പിന്മഴ പെയ്താൽ എവിടാണ് നിനക്ക് നഷ്ടപ്പെട്ടത്? നിന്റെ വർഷമാണോ, നിന്റെ ജീവിതമാണോ, നിന്റെ നന്മയാണോ? അത് പകരം നൽകും, അത് റിട്ടേൺ അടിക്കും. ഈ മെയ് മാസം മുതൽ ഈ സഭയ്ക്കകത്തൊരു പിന്മഴയുടെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ ഒരു മഴ ഇതിനകത്ത് പെയ്തിറങ്ങാൻ പോകുകയാണ്. I release it right now. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിന്റെ നിലയിൽ ഈ 12:45 സമയത്ത് ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു. ഒരു പിന്മഴ, lighter rain of the Holy Spirit, let's fall these people right now. നീ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പിന്മഴയുടെ സീസൺ ആരംഭിക്കുന്നു. ഒരു പിന്മഴയുടെ സീസൺ ആരംഭിക്കുന്നു. നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന ശക്തമായി പ്രാർത്ഥിച്ചോ. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം ഈ ദിവസങ്ങളിൽ പിന്മഴ പോലെ പ്രാർത്ഥിച്ചോ. ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യും. ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ലാൽ ബാത്ത സാതാത ബാൽബാതര ലേകാത സാംതര ബശംദര ലേകാത ശംദര റിയാല ഹാസ്യം തെരാരികടരഗദിയ അൻഗന സിഗത്തര റിവലകടരഗദിയ. യേശുവിന്റെ നാമത്തിൽ ഒരു നിയോഗത്തോടെ ഞാൻ പ്രഖ്യാപിക്കുക. ഒരു ആത്മനിയോഗത്തോടെ ഞാൻ ഇതിന്റെ അകത്ത് നടക്കുക. ഇതിന്റെ അകത്ത് കുടുംബങ്ങളുടെ മേൽ, ജനങ്ങളുടെ മേൽ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പിന്മഴ, ഒരാത്മാവിന്റെ മഴ പെയ്തിറങ്ങാൻ പോവുക. നിന്റെ കട്ടകളെ ഉടച്ചു മാറ്റുന്ന, നിന്റെ സംഭരസങ്ങളെ മടക്കി തരുന്ന, ചിലതൊക്കെ മുളച്ചു വരുന്ന
ഒരു ആത്മാവിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആത്മാ നിറവ് റിയ താതാവേ ഒരു പിന്മര പെയ്തിറങ്ങട്ടെ എല്ലാവരും ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്ത് ഇന്ന് മുതൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഇന്ന് മുതൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഇന്ന് മുതൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഇന്ന് മുതൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. Lalka satata baba shabda papa satata baba lalka ta satata baba 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 lalka ta satata baba 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 hori kasete ya baba 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 shekete baba 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 baba. നിങ്ങൾ ഇത് വിശ്വസിക്കുക. ഇതൊരു മെസ്സേജ് മാത്രമായി എടുക്കാതെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മഴ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഉണങ്ങി ക്ഷീണിച്ച് ആവി കൊണ്ട് നിൽക്കുമ്പോ വെള്ളം എടുത്തൊന്ന് കുളിക്കുമ്പോ ഒരു സന്തോഷമില്ലേ? ആണോ ഇല്ലയോ? മഴയത്ത് നനയുമ്പോ ഒരു തണുപ്പും ഒരു സന്തോഷമില്ലേ? നമ്മളൊന്ന് ഫ്രഷ് ആവത്തില്ലേ? ഇതേപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ വന്നിറങ്ങുമ്പോ മൊത്തത്തിൽ ഒരു ഫ്രഷ് ആവാൻ പോയ നിന്നെ ദൈവം ഉണർത്താൻ പോവുകയാണ്. ബൈബിൾ വെളിപ്പാട് പുസ്തകത്തിൽ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പേ. ചിലതിനെ ഒന്ന് ശക്തീകരിക്കുന്ന ഒരു ആത്മമഴ ഇറങ്ങുകയാണ്. ഈ മഴ ഇറങ്ങിയാൽ ബൈബിൾ പറയുന്നുണ്ട്, നീ ശീതവാനുമല്ല ഉഷ്ണവാനും. രണ്ടാമത്തെ ഒന്നി നീ ഉണങ്ങി പിറങ്ങി പോവുക, ആ അവസ്ഥയല്ല. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുക, അതും അല്ലാത്തൊരു വല്ലാത്ത അവസ്ഥ നിൽക്കുന്നത്. അതൊന്നും വേണ്ട. ആത്മമഴ പെയ്തിറങ്ങിയാൽ നീ ആത്മാവി കത്തി നിൽക്കും. നീ ഫലമുള്ളതായി തീർന്നിരിക്കും. ഉണങ്ങിയ അവസ്ഥകൾ മാറും, ഉറങ്ങിയ അവസ്ഥകൾ മാറും. ഇതെന്തിനാ പറയുന്നറിയാം? ഇത് വീഴാൻ പോകും ഇതിന്റെ അകത്ത്. വിശ്വസിക്കുന്നവന്റെ ലൈഫിൽ വീണാൽ ഇന്ന് മുതൽ നിന്റെ ആത്മീയ ജീവിതം മാറാൻ പോവുക. ഒരു കുതിർന്ന അനുഭവത്തിലേക്ക് വരുന്ന പോലെ, ഒരു മഴ പെയ്ത് കുതിർന്ന അനുഭവത്തിലേക്ക് വരുന്ന പോലെ പരിശുദ്ധാത്മാവിനാൽ Kata satata baba 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 lekete sete baba 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 siya kara. പരിശുദ്ധാത്മാവേ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കണമേ. പിന്മഴയുടെ കാലത്ത് നീ ദൈവത്തോട് അതിനുവേണ്ടി ചോദിപ്പി. നല്ലൊരു വിളവുണ്ടാകാൻ ദൈവം നിന്റെ ജീവിതത്തിൽ പകരം. ഇന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. ഇവിടെ അറിയാം ചിലരെ ദൈവം നിറയ്ക്കാൻ പോവാ. നിന്നെ ഒന്ന് കുതിർത്തുന്ന പോലെ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങാൻ പോവാ. യോവേലിന്റെ പുസ്തകത്തിൽ വായിച്ച് പൂർത്തീകരിക്കുമ്പോ തുള്ളലും വെട്ടുക്കിളിയും ശേഷിപ്പിച്ച സമ്പരസങ്ങൾ പകരം നൽകുന്ന 25 പറഞ്ഞിട്ട് 28-29 വായിച്ച യോവേൽ 2:28-29. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. കണ്ടോ, ഇത് പറഞ്ഞിട്ട് പറയാ, സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഒരു മഴയ്ക്ക് ഭൂമിക്കകത്ത് ഇത്രയും ചെയ്യാമെങ്കിൽ പരിശുദ്ധന്റെ പരിശുദ്ധാത്മാവിന്റെ മഴ, ആത്മമഴ നിന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങിയ നിന്റെ പുത്രന്മാരും പ്രവചിക്കും. ചിലത് സ്വപ്നങ്ങളെ ദർശനങ്ങളെ കാണും. ആത്മാവ് ജീവിതങ്ങളെ പകരും. അവസ്ഥ ദൈവം മാറ്റും. ഇന്ന് പകൽ ചിലതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ജീവിതത്തിന്റെ മേൽ ആത്മാവിന്റെ മഴയെ ദൈവം പെയ്യിക്കും.
നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ കരമുയർത്തി, മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ ആത്മാവിന്റെ മഴ ഒന്ന് പെയ്തിറക്കണമേ. അന്ത്യകാലത്ത് ആത്മാവിന്റെ മഴ എന്റെ തലമുറയുടെ മേൽ, എന്റെ കുടുംബത്തിന് മേൽ ഈ ദിവസങ്ങളിൽ ഒന്ന് പെയ്തിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച കർത്താവ് എന്റെ തലമുറകൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. എന്റെ സന്താനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവേ നിന്റെ മഴ പോലെ പെയ്തിറങ്ങണം, 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 പെയ്തിറങ്ങണം. ചില തലമുറകളെ തുള്ളലും വെട്ടുക്കിളിയും പച്ചപ്പുരവും തിന്ന് ശേഷിപ്പിച്ചു ഒന്നുമില്ലാതാക്കി അലങ്കോലപ്പെടുത്തിയ ചില തലമുറയുടെ മേൽ ആത്മാവിന്റെ മാരി വന്ന് പെയ്തിറങ്ങുമ്പോ അവന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുക. അവന്റെ ചക്കുകളിൽ എണ്ണയും മീഞ്ഞും കൊണ്ട് നിറയോ. ശൂന്യ സ്ഥലങ്ങളെ ദൈവം മാറ്റുക യേശുവിന്റെ നാമത്തിൽ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പ നാമരുതേ, ഓ നീന്തിയിട്ടല്ലാതെ കടപ്പ നാമരുതേ. പ്രിയരെ, ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റും. ഈ ക്രിസ്തീയ ജീവിതം ആനന്ദമാവുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവാത്മാവിന്റെ കൂട്ടായ്മയാണ്. അല്ല, പ്രശ്നങ്ങളില്ലാതെ തീരാതെ. പ്രശ്നം ഉടനെ തീരത്തില്ല. ഇനി എന്റെ പ്രശ്നം തീരണമെങ്കിൽ ഞാൻ മരിക്കണം, നിങ്ങളുടെ പ്രശ്നം തീരണമെങ്കിൽ നിങ്ങൾ മരിക്കണം. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധി എല്ലാവർക്കും. പക്ഷെ ക്രിസ്തീയ ജീവിതം ആനന്ദമാവണമെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് കൊതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഴയിൽ കുതിർന്ന പോലെ ആത്മാവിൽ കുതിരുന്ന ഒരു അനുഭവം ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു വ്യക്തി ബന്ധത്തിലേക്ക് ദൈവാത്മാവുമായി വരാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും. ആത്മാവിന്റെ സ്പർശനം ഈ പിന്മഴയുടെ കാലത്ത് ഞാൻ പറയുന്ന ഒരു സീസൺ ആരംഭിക്കുകയാണ്. ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. അതിന് മുമ്പേ പരിശുദ്ധാത്മാവേ നിന്റെ മഴ എന്റെ ജീവിതത്തിൽ പെയ്യണമേ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ശക്തമായി ഇന്ന് ആരാധിക്കുകയും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവാത്മാവിന്റെ മഴ പെയ്യാൻ പോവാം. എസെക്കിയേലിന്റെ പുസ്തകം 47-ാം അധ്യായം എടുത്ത് അതിൽ 1, 2, 3, 4 വരെ വായിക്കണം. എസെക്കിയേൽ 47 verse 1 to 4. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായമാണ്. എസെക്കിയേൽ 47 1 മുതൽ 4 വരെ ആദ്യം. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പുരയുടെ കീഴെ നിന്നുള്ള വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ ഉമ്മരപ്പുരയുടെ കീഴിൽ നിന്നും വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം ഇനി 2 തൊട്ട് വായിച്ചാൽ 2 തൊട്ട്. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്നു. പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ഒരു കാഴ്ച കാണുന്നു, വെള്ളം അതിന്റെ വലതുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ഇനി 3 തൊട്ട് 3, 4. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. കണ്ടോ? ഒരു നദി ഒഴുകി തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യുമ്പോൾ നദി ഒഴുകും. ഒരു പുരുഷൻ കയ്യിൽ ചരടുമായി എങ്ങോട്ട് നടന്നു? മുന്നോട്ട് കിഴക്കോട്ട് നടക്കുന്നു. 1000 മുഴം അളന്നു. ആ ചരടുമായി പോയി അവൻ എത്ര അളന്നു? 1000 മുഴം അളന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. എന്നിട്ട് എന്നെ എന്ത് ചെയ്തു? എന്നെ കൂടെ എന്ത് ചെയ്തു? വെള്ളത്തിൽ കൂടെ ഞാൻ മുന്നോട്ട് 1000 മുന്നോട്ട് പോവാ. വെള്ളം നരിയാണിയോളമായി. വെള്ളം നരിയാണിയോളം ആയി. കേട്ടോ? മുന്നോട്ട് പോയപ്പോ എവിടെ എത്തി? നരിയാണി. നരിയാണി എന്ന് പറയുമ്പോ എത്ര? നമ്മുടെ ഈ കാലിന്റെ ഇത് ആംഗിൾ ഔപ്പൂറ്റിക്ക് മേളിൽ നിൽക്കുന്ന ചില ഭാഗം വെച്ച് നരിയാണിയുള്ളത്. അടുത്തത് അവൻ പിന്നെയും 1000 മുഴം അളന്നു. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല.
പിന്നെയും എന്ത് ചെയ്തു? 1000 മുഴം അളന്നു. നമ്മുടെ ദാഹം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇച്ചിരി നനവ് കിട്ടി അവിടെ കൊണ്ട് തീരരുത്. വീണ്ടും അധികമായി എന്നെ നിറയ്ക്കണം. ആത്മമഴ കൊണ്ട് എന്നെ കുതിർക്കണം. വീണ്ടും 1000 മുഴം അളന്നപ്പോൾ എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. ഇപ്പോൾ വെള്ളം എവിടെ എത്തി? നമ്മുടെ മുട്ടിന്റെ അവസ്ഥ വരെ എത്തി. വെള്ളം എവിടെ എത്തി? മുട്ടോളമായി. അടുത്തത് അവൻ പിന്നെയും 1000 മുഴം അളന്നു. അവിടം കൊണ്ട് തീർന്നില്ല, വീണ്ടും 1000 മുഴം അളന്നു. എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. ഇപ്പോൾ അളന്ന് മുന്നോട്ട് പോയപ്പോ വെള്ളം ഇപ്പൊ എത്ര എത്തി? അരയോളമായി. കാൽപാദം തുടങ്ങി മുട്ടോളമായി. വെള്ളം ഇപ്പൊ നമ്മുടെ അരയുടെ അത്രയും വെള്ളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. വിട്ടില്ല, പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാതെ ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. അടുത്ത 1000 മുഴം കൂടെ അളന്നപ്പോ സംഭവിച്ചത്, എന്റെ പിടി വിട്ടു. കാരണം നദിക്കകത്ത് ഞാൻ നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ വയ്യാത്ത, പിന്നെ നിയന്ത്രണം നദി ഏറ്റെടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് പകൽ ആത്മമഴയ്ക്ക് വേണ്ടി കൊതിച്ചു തുടങ്ങിയാൽ അതിന്റെ അളവ് വർദ്ധിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നിന്റെ പിടി ദൈവം പൊട്ടിക്കും. ഇതുവരെ നിന്റെ ജീവിതത്തിൽ നീ നിയന്ത്രിക്കുന്നത് മാറിയിട്ട് ആത്മാവിന്റെ നദി നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. ക്രിസ്തീയ ജീവിതത്തിന്റെ ജയം എവിടാന്നറിയാമോ? നമ്മുടെ നരിയാണികൾ മുട്ടോളം അരയോളം മാറിയിട്ട് നീന്തികെട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ നരിയാണിയോളം ഇരുന്ന് അവിടെ കിടന്ന് കഷ്ടപ്പെടത്തേ ഉള്ളൂ. അരയോളം ആയാലും ഇച്ചിരി, മുട്ടോളം ആയാൽ ഇച്ചിരി, എന്നാൽ അരയോളം ആയാലും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ വെള്ളം പൊങ്ങിയാൽ, അങ്ങ് തലയോളം എത്തിയാൽ നിന്റെ പിടി വിട്ടും. അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് നിന്റെ കാൽപാദം പൊങ്ങും. പിന്നെ വെള്ളത്തിന്റെ അടിവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നെ ഒഴുക്കിക്കൊണ്ട് പോകും. ഇതേപോലെ ഇന്നു മുതൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ പിന്മഴയുടെ സീസണിന്റെ സമയത്ത് ഒരു ഭയങ്കര മഴ പെയ്യാണ്. നിന്റെ ജീവിതത്തെ കുതിർത്ത് നനച്ച് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ദൈവപദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്ന, ദുഷ്ടന്റെ ആശകളെ നശിക്കുന്ന ഒരാത്മ മഴയുടെ പ്രഭത്തെ ഇനി 9 12 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. 9 12 വായിച്ചു. 9-ാം വാക്യം 12-ാം വാക്യം. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. കണ്ടോ? ഈ നദി എവിടെ വന്ന് വീഴുന്നോ അവിടുത്തെ സകല പ്രാണികൾ എന്ത് ചെയ്തിരിക്കും? ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. ചലനാത്മകം ഉണ്ടാവുന്നു. ഈ മഴ പെയ്യുന്നിടത്ത് എന്തുണ്ടാകും? സകലത്തിനകത്തൊരു ചലനാത്മകം ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് പകലല്ല ശബ്ദം കേൾക്കുന്നവരോട് പറയുന്നു, ആത്മാവിന്റെ നദി പെയ്തിറങ്ങുന്നിടത്ത് അവിടെ ചില ചലനങ്ങൾ ദൈവത്തെ ചെയ്തിരിക്കും. ചലിക്കാതെ കിടക്കുന്ന ചലിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ വെള്ളം വന്ന കാരണം കൊണ്ട് മത്സ്യങ്ങൾ ജീവിക്കാൻ തുടങ്ങും. അടുത്തത്, ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. വന്ന് ചേരുന്നിടത്തല്ല അനുഗ്രഹമാണ്. ചലിക്കുന്ന പ്രാണികൾ, മത്സ്യങ്ങൾ വന്ന് ചേരുന്നിടത്ത് പഥ്യമായി തീരും, സൗഖ്യമായി തീരും. 12-ാമത്തെ വചനം വായിച്ചേ. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. ഈ നദി മുന്നോട്ട് പോയാൽ സംഭവിക്കുന്നത്, ഇക്കരെയും അക്കരെയും തിന്നാൻ തക്കവണ്ണമുള്ള സകല വൃക്ഷങ്ങളും വളരും. ഹല്ലേലൂയ. ഓരോ ദൂത് ശ്രദ്ധിച്ചോണം. ഒരു വൻമഴ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം പെയ്തിറക്കിയാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഫലമുള്ള അവസ്ഥ വരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട്
മാസം തോറും ഫലം കായ്ക്കും, ഫലം തിന്മാൻ പറ്റും, ചികിത്സയ്ക്ക് ഉതയ്ക്കും. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് തന്റെ ആത്മാവിന്റെ മഴ പെയ്തിറങ്ങുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഫലമുള്ളതായി ദൈവം മാറ്റിയിരിക്കും. ഹല്ലേലൂയ. മാസം തോറും ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുക. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയേ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയേ. യേശുവിൻ നാമത്തിൽ. അൽബാന ഹസയാം ചെരിബല കടനഗദിയ ലേകാത സേകെ മേ കേതയാ റബൽബാന അൽബാദ സേകേതെ ബേൽ ബൗഷം ചരരഗടനഗദിയ ലാൽകാ സേകെ മ ഹസയാ ചരരഗടനഗദിയ. ഇനി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ സീരിയസ് ആയി ഈ 1-2 മിനിറ്റ് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്റെ അവസ്ഥകളെ മാറ്റുന്നു. ഒരു കർഷകൻ പിന്മഴയ്ക്കായി കാത്തിരിക്കുന്ന പോലെ ഒരു പിന്മഴ എന്റെ ജീവിതത്തിൽ ചെയ്യും.